ഈ ആരാധകർ ഈജിപ്ഷ്യൻ ആരാധകർ ഉന്നയിച്ചതുപോലെ എന്തായാലും റഫറിങ്ങിനെതിരെ പരാതിയുമായി ഈജിപ്റ്റ് രംഗത്തെത്തിയിട്ടുണ്ട്. രൂക്ഷ വിമർശനമാണ് ഈജിപ്ഷ്യൻ കോച്ച് ഹൊസൈൻ ഹസൻ നടത്തിയത്. മത്സരത്തിൽ റഫറിയുടെ തീരുമാനങ്ങളും VAR പരിശോധനകളും നീതിരഹിതമായിരുന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. രണ്ടാമത്തെ ഗോൾ നിഷേധിക്കപ്പെട്ടത് വിചിത്രമായ രീതിയിലാണ്. ബോക്സിനുള്ളിൽ വീഴ്ത്തിയതിന് പെനാൽറ്റി നൽകേണ്ടതായിരുന്നുവെന്നും പക്ഷേ റഫറി അത് പരിശോധിക്കാൻ പോലും തയ്യാറായില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ഗോൾ നിഷേധിക്കാൻ VAR ഉപയോഗിച്ചു, പക്ഷേ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ റഫറി VAR സ്ക്രീൻ പരിശോധിക്കുക പോലും ചെയ്തില്ല എന്നും അദ്ദേഹം പറയുന്നു. ഈ ലോകകപ്പിൽ ഫിഫയുടെ ഫെയർ പ്ലേ പാലിക്കപ്പെടുന്നില്ല എന്നും ഈജിപ്ഷ്യൻ പരിശീലകൻ. أنا بقول إن إحنا كنا من حقنا إن إحنا نكسب. مش عايز أقول هارد لك لينا، لا إحنا طلعنا بشرف من ناحيتنا، لكن النتيجة غير النتيجة المؤثرة، غير بعيد عن الفير بلاي اللي بيقال عليه اتحاد الفيفا، والريسبكت ولا فير بلاي تضايق. النهارده ما فيش ريسبكت ولا في فير بلاي. النهارده ان في بنالتي اتلغانا، الكوره الثانيه كان المفروض ان هي ضربه جزاء لينا. വലിയ ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ റഫറിങ്ങിനെ പറ്റി, VAR തീരുമാനങ്ങളെ പറ്റി. അർജന്റീനയ്ക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ വരുന്നു എന്നുള്ളതൊക്കെ അർജന്റീനയ്ക്കെതിരായിട്ടുള്ള ആരാധക വൃന്ദം അത് വലിയ തോതിൽ ഉന്നയിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നു. എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഫുട്ബോൾ വിദഗ്ധനും കമന്റേറ്ററുമായിട്ട് ജോസഫ് ജോർജ് പറയുന്നതാണ്. VAR ഔട്ട് ചെയ്ത ഒരു ഗോൾ നോക്കുകയാണെങ്കിൽ അത് കൃത്യമായ തീരുമാനമാണ്. VARന്റെ നിയമങ്ങളിൽ ക്ലോസ് 6 പ്രകാരം എത്ര സമയം എടുത്താണെങ്കിലും കൃത്യമായ തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. എന്തേരം വേണമെങ്കിലും അതിന്റെ ബിൽഡപ്പ് ഫേസിന് പുറകോട്ട് പോകാം, അല്ലാണ്ട് 10 സെക്കൻഡിലോ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ 2 പാസ് മാത്രമേ നോക്കാവുള്ളൂ, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ബിൽഡപ്പ് ഫേസിൽ എവിടെയെങ്കിലും ഫൗൾ നടന്നിട്ടുണ്ടോ, ഹാൻഡ് ബോൾ നടന്നിട്ടുണ്ടോ, അതൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ബിൽഡപ്പ് ഫേസിൽ ഒരു ഫൗൾ കഴിഞ്ഞിട്ടാണ് പന്ത് കരസ്ഥമാക്കി പോയത്. ഈജിപ്തിന്റെ നിർഭാഗ്യം മാത്രം, കാരണം മനോഹരമായൊരു ഗോളായിരുന്നു, പക്ഷെ അത് റൂൾ ഔട്ട് ചെയ്തു. അപ്പോൾ അതിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ റൂൾ ഔട്ട് ചെയ്ത തീരുമാനം ശരിയാണ്, അതിന് ഉപയോഗിച്ചത് കൃത്യമായ നിയമപരമായിട്ട് തന്നെയാണ് റൂൾ ഔട്ട് ചെയ്തത്. ഇനി രണ്ടാമത്തെ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിന്നിംഗ് ഗോളിന് മുമ്പായിട്ട് വന്നേക്കുന്ന മുഹമ്മദ് സലയുടെ ഒരു പെനാൽറ്റി ഇൻസിഡന്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഫൗൾ ഇൻസിഡന്റ് ആണ്. എന്തുകൊണ്ടാണെന്നാ പിന്നെ അതേ മെഷറിൽ അതും നോക്കാത്തത് എന്നുള്ളത്. അവിടെ നോക്കുകയാണെങ്കിൽ സല ഡ്രിബിൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു ടച്ച് കിട്ടുന്നുണ്ട് ഡിഫൻഡർ ഫെർണാണ്ടസിന്, ജേഴ്സി നമ്പർ 6 ലോട്ടാരോ മാർട്ടിനസ് അല്ലോ, മാർട്ടിനസിന് ഒരു ടച്ച് കിട്ടുന്നുണ്ട്. ആ ടച്ച് കിട്ടുന്നത് കൊണ്ട് തന്നെ അത് സലാക്ക് അദ്ദേഹത്തെ മറികടക്കാൻ പറ്റുന്നില്ല. പന്ത് ശരിക്കും അദ്ദേഹത്തിന്റെ കൺട്രോളിൽ നിന്ന് പോകുന്നു. അതിനുശേഷമാണ് കോണ്ടാക്ട് വന്നിട്ട് വീഴുന്നത്. അതുകൊണ്ടാണ് അത് ഫൗൾ കൊടുക്കാത്തത്. എന്തായാലും ആ ജേഴ്സി നമ്പർ 6ന്റെ ആ നിർണായകമായ ഇടപെടൽ അവിടെ ലിസാൻഡ്രോ മാർട്ടിനസിന് ആ ഒരു ഇടപെടൽ, അതുകൊണ്ടാണ് അവിടെ ആ ഒരു ഇൻസിഡന്റ് ഫൗള് പോലും അല്ലാതെ VAR എന്തായാലും അതിനിടയിൽ അത് സ്ലോ മോഷനിൽ പരിശോധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗോൾ വരുമ്പോൾ, അതിനുശേഷമുള്ള ഗോൾ വരുമ്പോൾ അത് അങ്ങനെയാണോ എന്നുള്ളത് അവർ പരിശോധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആ തീരുമാനം വന്നേക്കുന്നത്. അപ്പോൾ 2 തീരുമാനത്തിലും മെറിറ്റ് കാണാൻ സാധിക്കും. പിന്നെ പൊതുവെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് തള്ളിക്കളയാനും പറ്റത്തില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.